Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 2024-25 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ മണ്ഡലത്തിന് 8ഓളം പദ്ധതികൾ. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മാണത്തിനായി ബജറ്റിൽ വകയിരുത്തിയത് 2.5 കോടി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 6-7 തീയതികളിൽ കണ്ണപുരത്ത് വച്ച് നടക്കും. പൊതുസമ്മേളനം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് സിഒഎയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സേവന കേന്ദ്രങ്ങളിൽ സഹായ വിതരണം നടത്തി. കെട്ടിടങ്ങളും മറ്റ് ഭൌതിക സാഹചര്യങ്ങളുമുണ്ടെങ്കിലും LP വിഭാഗത്തിൽ സ്ഥിരം അധ്യാപകരില്ലാതെ പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ. ഇനി ഇത് തുടരാൻ കഴിയില്ലെന്നും സ്ഥിരം LP അധ്യാപകരെ നിയമിക്കണമെന്നാണ് PTA ആവശ്യം. പയ്യന്നൂർ നഗരസഭയിൽ 2 ഇടങ്ങളിലായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഫെബ്രുവരി 6 വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കോറോം, വെള്ളൂർ വില്ലേജുകളിലായാണ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. വാർത്തകൾ വിശദമായി. 2024-25 വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ മണ്ഡലത്തിന് 8ഓളം പദ്ധതികൾ. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മാണത്തിനായി ബജറ്റിൽ വകയിരുത്തിയത് 2.5 കോടി. 2024-25 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ മണ്ഡലത്തിലെ 8ഓളം പദ്ധതികൾ നടപ്പിലാക്കും. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 2.5 കോടി രൂപയും, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണത്തിന് 2 കോടി രൂപയും, ഏറ്റുകുടുക്ക ആലപ്പടമ്പ് കണ്ണങ്ങാട്ട് റോഡിൽ കണ്ണങ്ങാട്ടിന് താഴെ VCB ബ്രിഡ്ജിന് 1 കോടി രൂപയും, പോത്താങ്കണ്ടം സ്കൂൾ പാല നിർമ്മാണത്തിന് 2 കോടി രൂപയും, പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപയും, കുണിയൻ ഉപ്പുവെള്ള പ്രതിരോധ ബണ്ട് നിർമ്മാണത്തിനായി 75 ലക്ഷം രൂപയും, കക്കര ഗവൺമെന്റ് UP സ്കൂൾ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 1 കോടിയും, പയ്യന്നൂർ ഫിഷറീസ് കോളേജിന് 1 കോടി രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 6-7 തീയതികളിൽ കണ്ണപുരത്ത് വച്ച് നടക്കും. പൊതുസമ്മേളനം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 6-7 തീയതികളിൽ കണ്ണപുരത്ത് നടക്കും. 6 വൈകിട്ട് 4 മണിക്ക് ചെറുകുന്ന പള്ളിച്ചാലിൽ നിന്നും ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ജില്ലയിലെ 12 മേഖലാ കമ്മിറ്റികളിലെ COA മെമ്പർമാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കും. നിരവധി പ്ലോട്ടുകളും കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. ഘോഷയാത്ര കണ്ണപുരത്ത് സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. COA കണ്ണൂർ ജില്ലാ നിരീക്ഷകൻ ബിനു ശിവദാസ് അധ്യക്ഷത വഹിക്കും. KV സുമേഷ് MLA, CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, DCC ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, CPI ജില്ലാ സെക്രട്ടറി സന്തോഷ് CP, BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസ്, മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, CPIM പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി T ചന്ദ്രൻ, കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കൂനത്തറ മോഹനൻ, BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി E സജീവൻ,
വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകുന്ന കണ്ണപുരം യൂണിറ്റ് പ്രസിഡന്റ് PV ജാഫർ സാദിഖ്, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NK ദിനേശൻ, K സജീവ് കുമാർ, C സുരേന്ദ്രൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, COA ജില്ലാ ട്രഷറർ AV ശശികുമാർ, COA ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി MR രജീഷ് തുടങ്ങിയവർ സംസാരിക്കും. ഫെബ്രുവരി 7 രാവിലെ 10 മണിക്ക് പ്രതിനിധി സമ്മേളനം കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. V ജയകൃഷ്ണൻ, MR രജീഷ്, AV ശശികുമാർ, P ശശികുമാർ, K സജീവ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കെട്ടിടങ്ങളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും LP വിഭാഗത്തിൽ സ്ഥിരം അധ്യാപകരില്ലാതെ പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ. സ്ഥിരം LP അധ്യാപകരെ നിയമിക്കണമെന്നാണ് PTA-യുടെയും നാട്ടുകാരുടെയും ആവശ്യം. കെട്ടിടങ്ങളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും LP വിഭാഗത്തിൽ സ്ഥിരം അധ്യാപകരില്ലാതെ പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ. 2019 മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തപ്പോൾ പബ്ലിക് സ്കൂൾ അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ വൈകിയിരുന്നു. കഴിഞ്ഞ വർഷമാണ് അധ്യാപകരെയും നോൺ ടീച്ചിംഗ് വിഭാഗം ജീവനക്കാരെയും അംഗീകരിച്ചത്. പഴയ അധ്യാപകർ വിരമിച്ചപ്പോൾ സർക്കാർ പുതിയ അധ്യാപകരെ നിയമിക്കാത്തതിനാൽ 8 അധ്യാപകരെ PTA താൽക്കാലികമായി നിയമിക്കുകയായിരുന്നു. ഇവർക്ക് പ്രതിമാസം 80,000 രൂപ PTA-യാണ് പിരിവെടുത്ത് നൽകുന്നത്. ഇനി ഇത് തുടരാൻ കഴിയില്ലെന്നും സ്ഥിരം LP അധ്യാപകരെ നിയമിക്കണമെന്നുമാണ് PTA-യുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭയിൽ 2 ഇടങ്ങളിലായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഫെബ്രുവരി 6 വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കോറോം, വെള്ളൂർ വില്ലേജുകളിലായാണ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. ആരോഗ്യ ഗ്രാന്റ് വിനിയോഗിച്ച നാഷണൽ ഹെൽത്ത് മിഷന്റെയും ആരോഗ്യവകുപ്പിന്റെയും സഹായത്തോടെ പയ്യന്നൂർ നഗരസഭയിലെ കോറോം, വെള്ളൂർ വില്ലേജുകളിലായാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. നഗരസഭയിൽ 2 ഇടങ്ങളിലായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 6 വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. സെന്ററുകളിൽ പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുക. ഓരോ സെന്ററിലും ഓരോ ഡോക്ടർ, 2 സ്റ്റാഫ് നഴ്സ്, 1 ഫാർമസിസ്റ്റ് എന്നിങ്ങനെ 4 ജീവനക്കാരുണ്ടാകും. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ മുഴുവൻ ജീവനക്കാരും അതത് പ്രദേശത്തെ ആരോഗ്യ അനുബന്ധ വിഷയങ്ങളിൽ ഇടപെടുകയും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യും. നഗരസഭ അധികൃതരിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ഇവയുടെ പ്രവർത്തനം നടക്കുന്നത്. പകർച്ചവ്യാധി, പ്രകൃതി ദുരന്തം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിലും ഈ കേന്ദ്രങ്ങളുടെ സേവനം ഉറപ്പാക്കാം. പയ്യന്നൂർ നഗരസഭയിലെ കോറോം, തോട്ടംകടവിലും വെള്ളൂർ കിഴക്കുംപാടുമാണ് കേന്ദ്രം പ്രവർത്തിക്കുക. വാടക കെട്ടിടത്തിലാണ് ഇവയുടെ പ്രവർത്തനം. കേന്ദ്രത്തിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയതായി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലാകെ നഗരസഭകളിൽ വെൽനസ് സെൻ്റർ പ്രവർത്തിക്കണം എന്ന സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ നഗരസഭക്കകത്ത് 3 സെൻ്ററുകളാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നാളെ പ്രവർത്തനം ആരംഭിക്കുന്ന അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് കാനായിയും അതുപോലെ തന്നെ വെള്ളൂരുമുള്ള 2 സെൻ്ററുകളുടെ പ്രവർത്തനമാണ് നാളെ ആരംഭിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക എന്നതാണ്. ഗ്രാമീണ മേഖലയിൽ മാത്രമല്ല, നഗരങ്ങളിലും, അതിന് നഗരസഭക്കകത്തടക്കം നഗരങ്ങളിലടക്കം ഈ ആരോഗ്യരംഗത്ത് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടക്കുന്ന കാപ്പാട്ട് ഫെസ്റ്റ് നഗരിയുടെ കാൽനാട്ട് കർമ്മം നടന്നു. ടി മധുസൂദനൻ MLA കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് ഈ മാസം 15 ആരംഭിക്കുന്ന കാപ്പാട്ട് ഫെസ്റ്റ് നഗരിയുടെ കാൽനാട്ട് കർമ്മം ടി മധുസൂദനൻ MLA നിർവഹിച്ചു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കാപ്പാട്ട് ഞങ്ങൾ കളിച്ചു വന്നിരുന്ന ഒരിടമുണ്ട്. എൻ്റെ മുന്നിലുള്ള സ്ഥലം വോളിബോളും
പലരും വന്ന് വിശ്രമിക്കുന്ന ഒരിടം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് വന്നാൽ കുടിക്കാൻ ആശ്രയിക്കുന്ന ഒരു പഴയതാണെങ്കിലും നല്ല വെള്ളമുള്ള കുളം, അങ്ങനെയൊക്കെയുള്ള. നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വിശ്വനാഥൻ, കൗൺസിലർമാരായ എ ശോഭ, എം ബഷീർ, കെ കുമാർ, പി ഷിജി, ഹസീന കാട്ടൂർ, അത്തായി പത്മിനി, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ തെക്കടവൻ രാമചന്ദ്രൻ പണിക്കർ, എം വി അമരേശൻ, വി നന്ദകുമാർ, കെ വി രാധാകൃഷ്ണൻ, കെ വി ജതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി COA പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമന്തളി പ്രതീക്ഷ ബഡ്സ് സ്കൂളിന് സാമ്പത്തിക സഹായ വിതരണം നടത്തി. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫെബ്രുവരി 6-7 തീയതികളിൽ കണ്ണപുരത്ത് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി COA പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമന്തളി പ്രതീക്ഷ ബഡ്സ് സ്കൂളിന് സാമ്പത്തിക സഹായ വിതരണം നടത്തി. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുക കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ദീപു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി V മനോജ് കുമാർ, മേഖലാ സെക്രട്ടറി KV രാജൻ, മേഖലാ പ്രസിഡന്റ് PP പ്രസാദ്, മേഖലാ ട്രഷറർ ഉമേഷ് കുമാർ, K ജയകൃഷ്ണൻ, P പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി COA പയ്യന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റി മാതമംഗലം അഞ്ജലി വിദ്യാനികേതനിലേക്ക് 2 കട്ടിൽ കൈമാറി. ഫെബ്രുവരി 6-7 തീയതികളിൽ കണ്ണപുരത്ത് വച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി COA പയ്യന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതമംഗലം അഞ്ജലി വിദ്യാനികേതനിലേക്ക് 2 കട്ടിലുകൾ കൈമാറി. ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ, മേഖലാ സെക്രട്ടറി പ്രഭാത് കുമാർ, മേഖലാ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 6-7 തീയതികളിൽ കണ്ണപുരത്ത് വെച്ചാണ് COA കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്നത്. മാടായിക്കാവിൽ കാണിക്ക സംവിധാനം ഏർപ്പെടുത്തി. പരിപാടിയുടെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. മാടായിക്കാവിൽ കാണിക്ക സംവിധാനം ഒരുക്കി. ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ഇനി ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ കാണിക്ക സമർപ്പിക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കുമായി സഹകരിച്ചാണ് കാണിക്ക സംവിധാനം ഒരുക്കിയത്. M വിജിൻ MLA കാണിക്കയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം ഇവിടെ ഇരുവർക്കാടുള്ളത് ഉൾപ്പെടുത്തിയ പോലെ കിട്ടിയാളക്കുന്ന ഒരു ക്ഷേത്രം കൂടി. അങ്ങനെ വലിയ വൈവിധ്യങ്ങളും പൂജയിലും ഒക്കെയുണ്ട് നമ്മുടെ ഈ ക്ഷേത്രങ്ങളുമായി. അപ്പോൾ മാടായിക്കാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേരത്തെ ബാങ്ക് മാടായി ബാങ്കിൻ്റെ കാര്യം ഏതാണ്ട് 70 വർഷത്തെ ബന്ധം മാടായിക്കാവിൻ്റെ ക്ലബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് K പത്മനാഭൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം T പുഷ്പ, ചിറക്കൽ കോവിലകം എക്സിക്യൂട്ടീവ് ഓഫീസർ E വേണു, ക്ഷേത്ര മാനേജർ N നാരായണ പിടാരർ, ക്ഷേത്രം നവീകരണ സമിതി പ്രസിഡന്റ് TV ഹരീന്ദ്രൻ, സെക്രട്ടറി KVN ബൈജു, T മുരളി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അരങ്ങിലെ കലാകാരന്മാരുടെ ട്രേഡ് യൂണിയൻ സംഘടന കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഒരുക്കുന്ന നാടകത്തിന്റെ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. പുത്തൂർ നാടകശാലയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. അരങ്ങിലെ കലാകാരന്മാരുടെ ട്രേഡ് യൂണിയൻ സംഘടന കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നാടകമൊരുക്കുന്നത്. നാടകത്തിന്റെ പരിശീലന ക്യാമ്പ് പുത്തൂർ നാടകശാലയിൽ ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, പലപ്പോഴും ഇന്നത്തെ ഒരു കാലത്ത് പൊതുവെ നുണകളുടെ ഒരു വലിയ പെരുമഴ കാലമാണ്. കാരണം ഇന്ന് രാവിലെ പറഞ്ഞത് ഉച്ചയ്ക്ക് ഒരു മര്യാദയില്ലാതെ മാറ്റി പറയും. രാത്രിയാവുമ്പോഴേക്ക് രാവിലെ പറഞ്ഞതും ഉച്ചയ്ക്കും പറഞ്ഞതും അല്ല എന്ന് പറയുകയും ഒരു വലിയ മാധ്യമ സംഘം കേരളത്തിലെ ജനങ്ങളുടെ ബോധതലത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ കോർപ്പറേറ്റുകളുടെ എല്ലാം വലിയ പിന്തുണയും താല്പര്യവും അതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല.
അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രബുദ്ധരാണ്, വളരെ വിദ്യാസമ്പന്നരാണ്, സാംസ്കാരികമായിട്ടൊക്കെ വളരെ മുൻപന്തിയിലാണ് എന്ന് നമ്മൾ പറയുമ്പോഴും KSW സംസ്ഥാന കമ്മിറ്റി അംഗം രതീഷ് വൈക്കത്ത് അധ്യക്ഷനായി. കരിവള്ളൂർ പെരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം ടി തമ്പാൻ, CPM ലോക്കൽ സെക്രട്ടറി കെ മധു, നാടകകൃത്ത് പ്രകാശൻ കരിവള്ളൂർ, സംവിധായകൻ വിനോദ് റെഡ്, P അനീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി COA പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈയക്കാട് സായി പ്രേമകുടീരത്തിലേക്ക് ഭക്ഷ്യധാന്യ വിതരണം ചെയ്തു. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി COA പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈയക്കാട് സായി പ്രേമകുടീരത്തിലെ അമ്മമാരെ സന്ദർശിച്ചു. ഇവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് PP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KV രാജൻ, മേഖലാ ട്രഷറർ ഉമേഷ് കുമാർ, K ജയകൃഷ്ണൻ, P പ്രസാദ്, CK പ്രദീപൻ, P വിനോദ് കുമാർ, VV സുരേഷ്, K രാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിക്കായി പുതിയ ഹോം കെയർ വാഹനം സജ്ജമായി. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് LDF കൺവീനർ EP ജയരാജൻ നിർവഹിച്ചു. IRPCയുടെ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കാനും രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമായാണ് പുതിയ ഹോം കെയർ വാഹനം സജ്ജമാക്കിയിരിക്കുന്നത്. പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സോണൽ കമ്മിറ്റി ഓഫീസിന് സമീപം LDF കൺവീനർ EP ജയരാജൻ നിർവഹിച്ചു. ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെയുള്ള ഒട്ടനവധി രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയും COVID-19 ശേഷം 19 ശേഷം ബൂസ്റ്റർ എടുത്തു. ഇപ്പോഴതിൻ്റെ സൈഡ് എഫക്റ്റ് ഇപ്പോൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അമേരിക്കൻ സെനറ്റിൽ തന്നെ വന്നൊരു വിവരം, ഈ ബൂസ്റ്റർ മരുന്ന് തന്നെ ഉപയോഗിച്ചത് വലിയ മരുന്ന് കമ്പനികൾ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തെ മുഴുവൻ ബാധിച്ചൊരു മഹാവിപത്തായിരുന്നു. ഈ മരുന്നുൽപാദക കമ്പനികൾ പണത്തിനു വേണ്ടി രോഗം സൃഷ്ടിക്കുകയും മരുന്നുൽപാദിപ്പിക്കുകയും ചെയ്യും. സോണൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് P സന്തോഷ് അധ്യക്ഷനായി. V നാരായണൻ, KV മുഹമ്മദ് അഷ്റഫ്, KK ഗംഗാധരൻ, K വിജീഷ്, അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, സോണൽ ചെയർമാൻ ഡോക്ടർ M ഹരിദാസ്, കൺവീനർ PV ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കും ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയും വെള്ളൂർ, കോറോം, കുന്നരു, രാമന്തളി, പെരളം സർവീസ് സഹകരണ ബാങ്കുകളും ചേർന്നാണ് വാഹനം സംഭാവനയായി നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്രയിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി ക്ഷീരസംഘം പ്രസിഡന്റുമാർക്കും എലൈറ്റ് ഫാർമേഴ്സിനുമുള്ള ശില്പശാലയും ഡയറി എക്സ്പോയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. പിലാത്രയിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി ക്ഷീരസംഘം പ്രസിഡന്റുമാർക്കും എലൈറ്റ് ഫാർമേഴ്സിനുമുള്ള ശില്പശാലയും ഡയറി എക്സ്പോയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ടെക്നോളജിയുടെ എല്ലാ സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്തി ഈ ക്ഷീരമേഖലയ്ക്കകത്ത് വളരെ ഗൗരവമായ ഇടപെടൽ നടത്തണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗം കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. MV ജയൻ, UP ശോഭ, AV രവീന്ദ്രൻ, പള്ളിപ്പുറം രാഘവൻ, E മോഹനൻ, TV രാജീവൻ, MV ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU മാടായി ഏരിയ കുടുംബസംഗമം ഏരിപുരം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU മാടായി ഏരിയ കുടുംബസംഗമം എരിപുരം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസത്തിൽ
തിരഞ്ഞെടുപ്പ് നടക്കും എന്നതാണ് ഇപ്പോഴ് പറയപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മതേതര മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന മോദി സർക്കാരിനെ അധികാരഭ്രഷ്ടമാക്കുവാൻ എല്ലാ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കുടുംബസംഗമം ആഹ്വാനം ചെയ്തു. പഴയങ്ങാടി ഡിവിഷൻ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷനായി. CITU മാടായി ഏരിയ പ്രസിഡന്റ് IV ശിവരാമൻ, വൈസ് പ്രസിഡന്റ് TV പത്മനാഭൻ, EM ഏലിയാസ്, VV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ ഡിജിറ്റൽ ക്ലാസ് ഉദ്ഘാടനവും വിജയോത്സവവും ഫെബ്രുവരി 6 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ ഡിജിറ്റൽ ക്ലാസ് ഉദ്ഘാടനവും വിജയോത്സവവും ഫെബ്രുവരി 6 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. 2019 സർക്കാർ ഏറ്റെടുത്ത ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ മികവിന്റെ പാതയിലേക്കുള്ള മുന്നേറ്റത്തിലാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 1 കോടി രൂപയ്ക്കുള്ള കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഏപ്രിൽ മാസത്തിൽ കുട്ടികൾക്ക് കലാകായിക മേഖലയിൽ പ്രത്യേക പരിശീലനം നൽകുന്നതിന് ആവശ്യമായ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നിലവിൽ യോഗ, കരാട്ടെ ക്ലാസുകൾ നടന്നുവരികയാണ്. ചടങ്ങിൽ വെച്ച് കലാകായിക മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ T. തമ്പാൻ മാസ്റ്റർ നിർവഹിക്കും. സ്കൂളിലെ JRCയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് ആരംഭിക്കുന്ന കാരുണ്യ നിധിയുടെ ആഴ്ചയിൽ 1 രൂപ സംഭാവനയുടെ ഉദ്ഘാടനം മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് K. പത്മനാഭൻ നിർവഹിക്കും. ഡൽഹിയിൽ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുത്ത സ്കൂളിലെ യോഗ അധ്യാപകൻ KP ഷൈജുവിനെയും കഴിഞ്ഞ വർഷം LSS പരീക്ഷയിൽ വിജയം കൈവരിച്ച കുട്ടികളെയും പരിപാടിയിൽ വെച്ച് MLA അനുമോദിക്കും. T. മനോഹരൻ, PR ജിജേഷ്, K. അശോകൻ, NA വിദ്യാധരൻ, NM സുഗുണ, C. സന്തോഷ് കുമാർ, N. സുമിത്ര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശീതീകരിച്ച IT ലാബ് ആരംഭിച്ചു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശീതീകരിച്ച IT ലാബ് പ്രവർത്തനം ആരംഭിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു IT ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പുതിയ ചുവടുവെപ്പ് എന്നുള്ളതാണ് നമ്മുടെ ശീതീകരിച്ച IT റൂം. എന്തുകൊണ്ടും മറ്റുള്ള വിദ്യാലയങ്ങൾക്കെല്ലാം മാതൃകയാവുന്ന രീതിയിലാണ് നമ്മുടെ PTA അതുപോലെ അധ്യാപകന്മാരെല്ലാം നാട്ടുകാരും ചേർന്നുകൊണ്ടുള്ള ഈ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം. ചടങ്ങിൽ PTA പ്രസിഡന്റ് K. രമേശൻ, പ്രിൻസിപ്പൽ VK ശ്രീലത, പ്രഥമാധ്യാപിക P. മിനി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിയ ഡോക്ടർ EV രാമകൃഷ്ണന് ജന്മനാടിന്റെ ആദരം. വിളയാങ്കോട് നടന്ന ചടങ്ങ് മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിയ ഡോക്ടർ EV രാമകൃഷ്ണനെ ആദരിച്ച് വിളയാങ്കോട് നടന്ന ചടങ്ങ് മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. EP രാജഗോപാലൻ അനുമോദന പ്രസംഗം നടത്തി. മലയാള നോവലിന്റെ സംബന്ധിച്ചുള്ള ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിരിക്കുക. ആ ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ നോവലിന്റെ പശ്ചാത്തലത്തിൽ മലയാള നോവലുകളെ കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു അപഗ്രഥനമാണ് മാഷയുടെ ഈ പുസ്തകം. അഡ്വക്കേറ്റ് B. അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ, രാജേഷ് കടന്നപ്പള്ളി, TV മോഹനൻ, TV രമേശൻ, K. രാജു മാത്യു, TK ഉമ്മർ, MV രതീഷ്, ദ്വാരകനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ചെങ്ങൽ ജ്ഞാനോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ചെങ്ങൽ ജ്ഞാനോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് P. മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെങ്ങൽ ജ്ഞാനോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആദ്യകാല പ്രവർത്തകരായ പോള ഗോവിന്ദൻ, VP മുകുന്ദൻ, TV കുഞ്ഞിരാമൻ എന്നിവരെ സംഘാടക സമിതി ചെയർമാൻ KT മനോഹരൻ ആദരിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് KK മധുസൂദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. PK വിശ്വനാഥൻ, MK രമേഷ് കുമാർ, പാറയിൽ കൃഷ്ണൻ, P. ഗംഗാധരൻ, പാറയിൽ കുഞ്ഞിക്കണ്ണൻ, C. രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗ്രന്ഥശാല പ്രവർത്തകരുടെ തിരുവാതിരയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലത്തെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ സർഗമംഗലയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 6, 7 തീയതികളിലായി കുഞ്ഞിമംഗലം സെൻട്രൽ UP സ്കൂളിൽ നടക്കുന്ന ഗുരുശിഷ്യ സംഗമം പയ്യൻസ് ടുഗദറിന്റെ ഭാഗമായി സർഗമംഗലയുടെ ചിത്രകാരന്മാർ കുഞ്ഞിമംഗലത്ത് ചുമർ ചിത്ര രചന നടത്തി. ചിത്രചുമരിന്റെ പ്രകാശനം പ്രശസ്ത ചിത്രകാരൻ രവീന്ദ്രൻ തായ്നേരി നിർവഹിച്ചു. ചിത്രകലാരംഗത്ത് കുഞ്ഞിമംഗലത്തിന്റെ പേര് ലോകശ്രദ്ധയിലേക്ക് എത്തിച്ച അതുല്യ ചിത്രപ്രതിഭകളും അധ്യാപകരുമായ KT നാരായണൻ മാസ്റ്റർക്കും P. പത്മനാഭൻ മാസ്റ്റർക്കും ജന്മനാട് ആദരമൊരുക്കുന്നു. കുഞ്ഞിമംഗലത്തെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ സർഗമംഗലയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 6, 7 തീയതികളിലായി കുഞ്ഞിമംഗലം സെൻട്രൽ UP സ്കൂളിൽ നടക്കുന്ന ഗുരുശിഷ്യ സംഗമം പയ്യൻസ് ടുഗദറിന്റെ വിജയത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി സർഗമംഗലയുടെ ചിത്രകാരന്മാർ കുഞ്ഞിമംഗലത്ത് ചുമർ ചിത്ര രചന നടത്തി. ചിത്രചുമരിന്റെ പ്രകാശനം പ്രശസ്ത ചിത്രകാരൻ രവീന്ദ്രൻ തായ്നേരി നിർവഹിച്ചു. മാഷ് എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഗുരുനാഥൻ ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ചിത്രരചനയെക്കുറിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്വന്തമായിട്ട് വരക്കുന്നല്ലാണ്ട് മാഷ് ഒരുപാട് ഐഡിയകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിജയൻ അടുക്കാടൻ അധ്യക്ഷത വഹിച്ചു. മണ്ടിൻ സത്യൻ KT നാരായണൻ മാസ്റ്ററുടെ ശിഷ്യൻ കൂടിയായ രവീന്ദ്രൻ തായ്നേരിയിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം, ഡോക്ടർ YV കണ്ണൻ മാസ്റ്റർ, ജ്യോതിഷ് കുമാർ P. PM മധു മാസ്റ്റർ, PV പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഷ്നി വിനോദ്, അനേഷ് ആര്യ, സന്തോഷ് P, പ്രേമാനന്ദൻ KP, ആര്യമോൾ, പ്രേം P ലക്ഷ്മൺ, സുതാര്യ T നിഹാര, KS മനോജ് തുടങ്ങിയവരാണ് ചുമരിൽ ചിത്രങ്ങൾ വരച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അകാലത്തിൽ വിട പറഞ്ഞ റോഷിൽ PVയുടെ കവിതകൾ പ്രകാശനം ചെയ്തു. സഹപാഠി കൂട്ടായ്മ കോറോം സ്കൂളിലെ 2007-2009 ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാനായി ദേശോദ്ധാരണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ TI മധുസൂദനൻ MLA പ്രകാശനം നിർവഹിച്ചു. അകാലത്തിൽ വിട പറഞ്ഞ റോഷിൽ PVയുടെ കവിതകൾ സഹപാഠികൾ ചേർന്ന് പ്രകാശനം ചെയ്തു. കോറോം സ്കൂളിലെ 2007-2009 ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടമാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. കാനായി ദേശോദ്ധാരണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ മറുമൊഴി എന്ന പുസ്തകം TI മധുസൂദനൻ MLA പ്രകാശനം ചെയ്തു. ബാലസാഹിത്യകാരൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. കവി മാധവൻ പുറച്ചേരി കവിതാപരിചയവും ബുക്ക് പ്രകാശനവും നിർവഹിച്ചു. റോഷിലിന്റെ സഹപാഠികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കുറവിലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കാൻ വേണ്ടി കാനായിൽ മഹാത്മാഗാന്ധിയുടെ ശില്പം ഒരുങ്ങുന്നു. ഉണ്ണിക്കാനായി നിർമ്മിച്ച 40ാമത്തെ ഗാന്ധി ശില്പമാണിത്. കുറവിലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഫെബ്രുവരി 7 വൈകിട്ട് മുൻ മന്ത്രി VN സുധീരൻ ശില്പം അനാച്ഛാദനം ചെയ്യും. ഗ്ലാസ് മെറ്റലിൽ കരിങ്കൽ നിറം പൂശിയ ശില്പം 6 മാസം സമയമെടുത്താണ് പൂർത്തീകരിച്ചത്. മുൻ മന്ത്രി VN സുധീരൻ ശില്പം അനാച്ഛാദനം ചെയ്യും. സുരേഷ് അമ്മാനപ്പാറ, ബാലൻ പാച്ചേനി, K. വിനേഷ്, K. ബിജു, TK അഭിജിത്ത്, A. അനുരാഗ് എന്നിവരും ശില്പനിർമ്മാണത്തിന് സഹായികളായി ഉണ്ണിക്കാനായിക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മരം സംരക്ഷണത്തിനായി ചീമേനിയിൽ ഒരു പരിസ്ഥിതി ദിനകാലത്ത് നട്ട മരങ്ങളിലൊന്ന് സംരക്ഷണ വേലി കൊണ്ട് വീർപ്പുമുട്ടുന്നു. തൈ നട്ടപ്പോൾ തീർത്ത സംരക്ഷണ കൂടാരം മരം വളർന്നപ്പോഴും മാറ്റാതിരുന്നതിനാൽ സംരക്ഷണ വേലിയുടെ കമ്പി മരത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. ചീമേനിയിൽ ഒരു പരിസ്ഥിതി ദിനകാലത്ത് നട്ട മരങ്ങളിലൊന്ന് സംരക്ഷണ വേലി കൊണ്ട് ഇപ്പോൾ വീർപ്പുമുട്ടുകയാണ്.
ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ റോഡരികിൽ നട്ട മരങ്ങളിലൊന്നിനാണ് ഇപ്പോൾ ഈ ദുർഗതി. തൈ നട്ടപ്പോൾ തീർത്ത സംരക്ഷണ കൂടാരം മരം വളർന്നപ്പോഴും മാറ്റാതിരുന്നതിനാൽ ഈ സംരക്ഷണ വേലിയുടെ കമ്പി മരത്തിൽ ആഴ്ന്നിറങ്ങി മരത്തിൽ നിന്നും ഇപ്പോൾ കറ വരുവാൻ തുടങ്ങിയിരിക്കുന്നു. മരം നടുമ്പോൾ കാണിച്ച ഉത്സാഹമൊന്നും പിന്നീടാരും കാണിക്കാത്തതാണ് ഈ മരത്തിന്റെ അവസ്ഥ ഇങ്ങനെയാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ടീമങ്ങാടി കുഞ്ഞിമംഗലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ അനുമോദിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ടീം അങ്ങാടി കുഞ്ഞിമംഗലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉപഹാര സമർപ്പണവും ആദരിക്കലും പൊന്നാടയണിയിക്കലും നടന്നു. പള്ളിയങ്കണത്തിൽ നടന്ന പരിപാടിയിൽ പെരുമ്പ മുസ്ലിം ജമാഅത്ത് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിക്ക് കീഴിൽ ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയ ഹാഫിള് സയ്യാഫിനും കുഞ്ഞിമംഗലം അങ്ങാടിയിൽ 30 വർഷത്തോളമായി റേഷൻ കട നടത്തുന്ന ചന്ദ്രൻ, സാമൂഹ്യ സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന റിയാസ് സാഹിബിനെയും ടീം അങ്ങാടി കുഞ്ഞിമംഗലം ഉപഹാര സമർപ്പണം നടത്തിയും പൊന്നാടിയണിയിച്ചും ആദരിച്ചു. മഹല്ല് ഖത്തീബ് ഷംസീർ അലി നിസാമി, മുൻ വാർഡ് മെമ്പർ തയ്യിൽ താജുദ്ദീൻ, ജമായത്ത് ട്രഷറർ ടി പി മുനീർ, കെ വി ഷറഫുദ്ദീൻ, കെ പി ഫൈസൽ, കെ നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിയാരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കക്കരക്കാവ് ലക്ഷം ദീപം സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരി ആദ്യദീപം തെളിയിച്ചു. പരിയാരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കക്കര ഭഗവതിക്കാവ് നവീകരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ലക്ഷദീപ സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി നടുവത്ത് പൊടിയൂർ വാസുദേവൻ നമ്പൂതിരി ആദ്യദീപം തെളിയിച്ചു. നാടിന്റെ നാനാഭാഗത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ലക്ഷം ദീപം സമർപ്പണത്തിൽ പങ്കാളികളായി. 90 വർഷത്തിലധികമായി കളിയാട്ടം നടത്താത്ത കക്കര ഭഗവതിക്കാവിൽ എത്രയും പെട്ടെന്നു തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മെയ് മാസത്തിൽ പുനഃപ്രതിഷ്ഠയും കളിയാട്ടവും നടത്താനാണ് തീരുമാനമെന്ന് ക്ഷേത്രം നവീകരണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2024-25 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ മണ്ഡലത്തിന് 8ഓളം പദ്ധതികൾ. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മാണത്തിനായി ബജറ്റിൽ വകയിരുത്തിയത് 2.5 കോടി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 6-7 തീയതികളിൽ കണ്ണപുരത്ത് വച്ച് നടക്കും. പൊതുസമ്മേളനം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് സിഒഎയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സേവന കേന്ദ്രങ്ങളിൽ സഹായ വിതരണം നടത്തി. കെട്ടിടങ്ങളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളുമുണ്ടെങ്കിലും LP വിഭാഗത്തിൽ സ്ഥിരം അധ്യാപകരില്ലാതെ പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ. ഇനി ഇത് തുടരാൻ കഴിയില്ലെന്നും സ്ഥിരം LP അധ്യാപകരെ നിയമിക്കണമെന്നാണ് PTA ആവശ്യം. പയ്യന്നൂർ നഗരസഭയിൽ 2 ഇടങ്ങളിലായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഫെബ്രുവരി 6 വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കോറോം, വെള്ളൂർ വില്ലേജുകളിലായാണ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.